ഗോത്ര സമൂഹത്തിൽ നിന്നും ആദ്യമായി നാടകരംഗത്തേക്ക് വന്ന കുപ്പുസ്വാമി മരുതൻ യങ് ആർട്ടിസ്റ്റ് നാടക അവാർഡിന് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ BTA പൂർത്തീകരിച്ച ശ്രീജിത്ത് CB അർഹനായി. കുപ്പുസ്വാമി മരുതന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ നടക്കുന്ന ചരമവാർഷിക അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കുമെന്നും നാടക് ജനറൽ സെക്രട്ടറി ശൈലജ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവിത ദുരവസ്ഥ മൂലം പ്രാഥമിക വിദ്യാഭ്യാസം പോലും മുറിഞ്ഞുപോയ കുപ്പുസ്വാമി മരുതൻ നാടകരംഗത്തിന്റെ ഉന്നതങ്ങൾ കീഴടക്കിയത് അതിയായ ആഗ്രഹവും കഠിനാധ്വാനവും കൊണ്ടാണ്. നാടക പഠനത്തിന് ശേഷം PhD പഠനം നടത്തുന്നതിനിടെയാണ് കുപ്പുസ്വാമി വൃക്കരോഗബാധിതനായത്. പ്രശസ്ത എഴുത്തുകാരുടെ കഥകൾക്ക് പുറകെ പോവാതെ തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നാടകത്തിലൂടെ ജീവൻ നൽകിയ വ്യക്തിയാണ് കുപ്പുസ്വാമി. സ്വന്തം ഉയർച്ചയ്ക്കൊപ്പം അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികളുടെ ഉയർച്ച കൂടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് കുപ്പുസ്വാമി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് മാതൃകയും പ്രോത്സാഹനവുമാണ് കുപ്പുസ്വാമി. കുപ്പുസ്വാമിയുടെ ചികിത്സാ ചെലവിനായി സ്വരൂപിച്ച തുകയുടെ പലിശ ഉപയോഗിച്ചാണ് പുരസ്കാരം നൽകുന്നത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ BTA പൂർത്തീകരിച്ച ശ്രീജിത്ത് CBക്ക് 25,000 രൂപയാണ് യങ് ആർട്ടിസ്റ്റ് നാടക പുരസ്കാരമായി നൽകുന്നത്. അട്ടപ്പാടി മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്ന നിലയിലാണ് പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. 10,000 രൂപയടങ്ങുന്ന പുരസ്കാരം അട്ടപ്പാടി മേഖലയിൽ +1 ഉന്നത വിജയം നേടിയ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളായ സംഗീത AS, വിഷ്ണുപ്രസാദ് P. കോകില, ആദിത്യൻ എന്നിവർക്ക് നൽകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനം, നാടകകളരി, നാടക അവതരണം, കുപ്പുസ്വാമിയെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവ നടക്കുമെന്നും ശൈലജ പറഞ്ഞു. ഞങ്ങൾ കുപ്പുസ്വാമി മരുതന്റെ രോഗവും കാര്യങ്ങളൊക്കെ അറിയാം. 2024 അദ്ദേഹം വൃക്ക മാറ്റിവെക്കലിന്റെ ഭാഗമായുള്ള ചികിത്സയിൽ ഇരിക്കെയാണ് ബ്രെയിൻ ഹെമറേജ് വന്ന് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ നാടക് നെറ്റ്വർക്ക് ഓഫ് ആർട്ടിസ്റ്റിക് തിയേറ്റർ ആക്ടിവിസ്റ്റ് കേരള നാടക പ്രവർത്തകരുടെ സംഘടന അദ്ദേഹത്തിൻ്റെ ചികിത്സ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളിലും. അങ്ങനെ ഒരു ജംഗ്ഷനിലാണ് അദ്ദേഹം വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പണത്തിൽ അതുവരെയുള്ള ചികിത്സ നടത്തിയതിനു ശേഷം ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ ഞങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ 5 അവാർഡുകൾ രൂപീകരിച്ചു. അതിലെ ഫസ്റ്റ് അവാർഡ് അദ്ദേഹം പഠിച്ച തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ. അതൊരു വലിയ ഹിസ്റ്ററിയാണ്. ഒരു ഗോത്ര സമൂഹത്തിൽ നിന്ന് ആദ്യത്തെ നാടക പഠിതാവാണ് കുപ്പുസ്വാമി മരുതൻ. അദ്ദേഹത്തിന് ശേഷം ധാരാളം ആളുകൾ ആ സമൂഹത്തിൽ നിന്ന് നാടകവും കലയും പഠിക്കാനായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹി വാസ് ബിഗ് ഇൻസ്പിറേഷൻ. സ്കൂൾ ഓഫ് ഡ്രാമ HOD നജ്മുൽ ഷാഹി, നാടകകൃത്ത് സുധീർ പെരുങ്ങോട്, കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി, നാടക് ഭാരവാഹികളായ CK ഹരിദാസ്, സുധീർ പെരുങ്ങോട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.